ഭരണങ്ങാനത്ത് നീ പോകുന്നുണ്ടോ? ഞാൻ എന്തായാലും പോകുന്നുണ്ട്. എന്റെ വീട്ടിലുള്ള എല്ലാവരും പോകുന്നുണ്ട്. ജൂലൈ 28-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? എന്തിനാണ് ഭരണങ്ങാനത്ത് പോകുന്നത്? നിങ്ങൾ അൽഫോൻസാമയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയാണ് അൽഫോൻസാമ. കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1910 ഓഗസ്റ്റ് 19-നാണ് അൽഫോൻസാമ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധയാകണമെന്ന ആഗ്രഹം അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം ഒരിക്കലും മുരടിപ്പിച്ചു കളയാതെ തന്നോടൊപ്പം നട്ടും നനച്ചും വളർത്തിയെടുത്തവളാണ് അൽഫോൻസാമ. പിന്നെ നിങ്ങൾക്കറിയാമോ, വളരെ ചെറുപ്പത്തിൽ തന്നെ അൽഫോൻസാമ നോമ്പെടുക്കുക, ഉപവസിക്കുക, ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഇതൊന്നും ആരും അറിയാതെയാണ് അൽഫോൻസാമ ചെയ്തിരുന്നത്. പിന്നെ ചെറുപ്പം മുതലേ ഒരു സിസ്റ്റർ ആകണമെന്നായിരുന്നു അൽഫോൻസാമയുടെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ അൽഫോൻസാമ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു. അൽഫോൻസാമ ഭരണങ്ങാനത്തായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഭരണങ്ങാനത്താണ് അവസാനത്തെ 10 വർഷം അൽഫോൻസാമ ജീവിച്ചിരുന്നത്. ആ സമയത്ത് അൽഫോൻസാമ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യങ്ങളായിരുന്നു ക്ഷമ, സഹനശക്തി, എളിമ എന്നിവ. തന്നോട് എന്തുമാത്രം ക്രൂരത കാണിച്ചവരോടും ക്ഷമിക്കാനുള്ള മനസ്സ് അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നു. 1946 ജൂലൈ 28-നാണ് അൽഫോൻസാമ മരണമടഞ്ഞത്. ആ ജൂലൈ 28-നാണ് നാം അൽഫോൻസാമയുടെ തിരുനാളായി ആചരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ വിശ്വാസികൾക്ക് മാതൃകയാകാനാണ് വിശുദ്ധരെ ദൈവം തരുന്നത്. വിശുദ്ധർക്ക് ഈശോയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി അറിയാം. അവരെ കൂട്ടുപിടിച്ചാൽ ആ വഴി സുഗമമാകും. അതുകൊണ്ട് അൽഫോൻസാമയെ പോലുള്ള വിശുദ്ധർ നമ്മെ വഴി നടത്തും. ആ വഴിയെ സഞ്ചരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അൽഫോൻസാമ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ നടക്കുമായിരുന്നോ? നമ്മോട് സംസാരിക്കുമായിരുന്നോ? സാഗരതീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. സ്നേഹസാഗരതീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. വിളങ്ങി നിന്നൊരു ചെറുതിരിയായി കർത്താവിനായി എരിഞ്ഞവൾ. വിളങ്ങി നിന്നൊരു ചെറുതിരിയായി കർത്താവിനായി എരിഞ്ഞവൾ. കാലിടറാതെ കരങ്ങൾ കൂപ്പി, കാലിടറാതെ കരങ്ങൾ കൂപ്പി കാരുണ്യവാനാം ഈശോയെ സ്തുതിച്ചു നിന്നു. കാരുണ്യവാനാം ഈശോയെ സ്തുതിച്ചു നിന്നു. പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസാ.